നമ്മൾ എണീക്ക് ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ നമ്മൾ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് റെഡി ആയിട്ട് നേരെ പോയത് കടയ്ക്കാവൂർ അയ്യന്തോൾ അമ്പലത്തിലോട്ടാണ്. നമ്മളവിടെ പോയത് വേറൊന്നിനുമല്ല, ഉത്സവം നടക്കുന്നതുകൊണ്ട് അന്നദാനമുണ്ട്. സോ അന്നദാനത്തിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഉത്സവ സീസണിലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ പോയി കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേനും അവിടെ ക്യൂ ഒക്കെ തുടങ്ങി. ശരിക്കും നമ്മൾ കല്യാണത്തിന് സദ്യക്ക് ഇരിക്കില്ലേ, അതേപോലെ ഇലയൊക്കെ ഇട്ടിട്ടായിരുന്നു അവിടെ അന്നദാനം. സാധാരണ അന്നദാനം ഇങ്ങനെ ഇലയിട്ട് കൊടുക്കാറില്ല. സോ അതൊരു വെറൈറ്റി ആയിരുന്നു. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേനും ചെരുവില ദുർഗാദേവി ക്ഷേത്രത്തിലോട്ട് പോയി. നമ്മുടെ കോളിച്ചെറിയുള്ള അമ്പലമാണത്. നമ്മളെല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. പിന്നെ ശിവാനിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അത് കാണാനാണ് മെയിൻ ആയിട്ട് പോയത്. ചെരുവില ദുർഗാദേവി ക്ഷേത്രം ഒരു പ്രാദേശിക അമ്പലമാണ്. സോ അവിടുത്തെ ഉത്സവം നമുക്ക് എല്ലാവർക്കും ആഘോഷമാണ്. നമ്മൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുതു. അപ്പോഴത്തേനും അവിടെ വിളക്കെടുപ്പ് നടക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് വിളക്കെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എല്ലാ ദിവസവും ഇവിടെ ഈ വിളക്കെടുപ്പ് കാണും. നാട്ടിലുള്ള എല്ലാവരും വന്ന് വിളക്കെടുക്കും. നമ്മളും വിളക്കെടുക്കണമെന്ന് ഉദ്ദേശിച്ചാണ് പോയത്. പക്ഷെ ചെന്നപ്പോഴത്തേനും ലേറ്റായി. സോ നമുക്ക് വിളക്ക് കിട്ടിയില്ല. കഴിഞ്ഞ കൊല്ലം ഞാനുള്ള വിളക്കെടുത്തിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നേരെ നമ്മൾ ഡാൻസിന് ഒരുങ്ങാൻ നിന്ന സ്പോട്ടിലോട്ടാണ് പോയത്. ഇന്ന് ഗ്രാമസന്ധ്യയാണ്. പ്രദേശത്തെ എല്ലാ കുട്ടികളുടെയും ഡാൻസ് കളിക്കുന്നതാണ് ഇന്നത്തെ മെയിൻ പ്രോഗ്രാം. പിന്നെ അവിടെ പായസമൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ചെന്ന് പായസമൊക്കെ വാങ്ങിച്ച് അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോഴത്തേനും പാപ്പുടൂന് ആവേശം അവനോടെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമസന്ധ്യ തുടങ്ങി ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇതാണ് ശിവാനിയുടെ ഡാൻസ്. ചെറിയ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോയി.